+1 മാത്തമാറ്റിക്സ് ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 4 പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. മാത്തമാറ്റിക്സിൽ ചില റിസൾട്ടുകൾ, നാച്ചുറൽ നമ്പേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന റിസൾട്ടുകൾ തെളിയിക്കാനുള്ള ഒരു മെത്തേഡാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ജസ്റ്റ് ആ പ്രിൻസിപ്പിൾ ഒന്ന് നിങ്ങളെ ഇവിടെ വിശദീകരിക്കാം. സപ്പോസ് പി ഓഫ് എൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. സാധാരണ മാത്തമാറ്റിക്സിൽ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് പി ഓഫ് എൻ എന്നാണ് പേര് കൊടുക്കാറുള്ളത്. നാച്ചുറൽ നമ്പർ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്കാണ് പി ഓഫ് എൻ എന്ന് പേര് കൊടുക്കുക. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ തെളിയിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഇതിന് 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന്, പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് നമ്മൾ തെളിയിക്കണം. പി ഓഫ് 1 ശരിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു അസംഷൻ നടത്തും. കെ എന്നുള്ളതിന്, അതായത് പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ എന്ന് നമ്മൾ തെളിയിക്കും. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. വിത്ത് യൂസിങ് ദാറ്റ് അസംഷൻ വി വിൽ പ്രൂവ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. ഇതാണ് ഇൻഡക്ഷൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ 3 സ്റ്റെപ്പുകളായിട്ടാണുള്ളത്. ഒന്ന്, പി ഓഫ് 1 ശരിയാണെന്ന് നമുക്ക് തെളിയിക്കണം. അത് വളരെ വളരെ ഈസിയാണ്. പിന്നെ നമ്മൾ പി ഓഫ് കെ ശരിയാണ് എന്ന് അസ്യൂം ചെയ്യും. ആ അസംഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ എന്ന് തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ ആ പി ഓഫ് എൻ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ശരിയായിരിക്കുമെന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലംസിലേക്ക് കിടക്കാം. 4 ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇതിൽ നിന്ന് സാധാരണ ചോദിക്കാറുള്ളത്. ഒന്ന്, ഇങ്ങനെ ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് 2 ചോദ്യങ്ങൾ ആ മോഡൽ ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കൂ. ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റിജർ n പ്രൂവ് ദാറ്റ് 7 raised to n minus 3 raised to n is divisible by 4 എന്നാണ് ചോദ്യം. ഡിവിസിബിൾ ബൈ 4 എന്നുള്ളതിന് പകരം മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് ചോദിച്ചാലും രണ്ടും സെയിം ആണ്. ഓക്കെ, ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ ഒരു മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കുമല്ലോ, അല്ലേ? 8 ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞാൽ 8 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നാണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു പേര് കൊടുക്കുകയാണ്. ഓക്കെ, പി ഓഫ് എൻ എന്ന് പേര് കൊടുക്കുന്നു. 7 raised to n minus 3 raised to n is divisible by 4. ഓക്കെ, ആദ്യം പേര് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇൻഡക്ഷൻ്റെ പ്രൊസീജിയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് പി ഓഫ് 1 ചെയ്യലാണ്. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്നിന് 1 എന്ന് കൊടുത്താൽ മതി. പി ഓഫ് 1 7 raised to 1 minus 3 raised to 1 എന്ന് പറഞ്ഞാൽ 7 minus 3 is divisible by 4. പി ഓഫ് എൻ എഴുതുമ്പോഴും പി ഓഫ് 1 എഴുതുമ്പോഴും ഈ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. ഡിവിസിബിൾ ബൈ 4 എന്ന് വരെയുള്ള കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റും എഴുതാൻ മറന്നു പോകരുത്. ഓക്കെ, എന്തായി? 4 ഈസ് ഡിവിസിബിൾ ബൈ 4 ശരിയല്ലേ? 4 ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് പറയുന്നത് ശരിയായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് പറയാം. അപ്പോൾ ഇൻഡക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഈസി അല്ലേ? വെരി വെരി ഈസി, ആർക്കും ചെയ്യാവുന്നതാണ്. എന്നിന് 1 കൊടുത്താൽ മിക്കവാറും റിസൾട്ട് ശരിയായിരിക്കും. ഈ റിസൾട്ട് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും. ഇനി നമ്മൾ ഇത് ഇൻഡക്ഷൻ അസംഷനാണ്. എന്താണ് അസംഷൻ? സപ്പോസ് അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. നിങ്ങളെല്ലാവരും പരീക്ഷയ്ക്ക് ഇത് മോഡൽ തന്നെ എഴുതണം കേട്ടോ. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. ഇനി പി ഓഫ് കെ ശരിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? 7 raised to k, ഇവിടെ എൻ്റെ സ്ഥാനത്ത് k എന്ന് കൊടുക്കുകയാണ്. 7 raised to k minus 3 raised to k is divisible by 4 എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, 7 raised to k minus 3 raised to k is divisible by 4 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഡക്ഷൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡക്ഷൻ്റെ ഫൈനൽ സ്റ്റെപ്പാണ്. എന്താണ്? യെസ്, ഇതിൻ്റെ അർത്ഥം കൂടി എഴുതിയേക്കാണ്. ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 7 raised to k minus 3 raised to k is a multiple of 4 എന്നാണ്. മൾട്ടിപ്പിൾ ഓഫ് 4 ഞാൻ 4m എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ 7 raised to k എഴുതുന്നു. 7 raised to k is equal to 4m plus 3 raised to k എന്നുള്ള ഒരു ഇക്വേഷൻ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യും. ഇനി നമ്മൾ പി ഓഫ് കെ പ്ലസ് 1ലേക്ക് പോവുകയാണ്. പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 7 raised to k plus 1 minus 3 raised to k plus 1. ഇവിടെ ജസ്റ്റ് k plus 1 എന്ന് കൊടുത്തതാണ്, കണ്ടില്ലേ? ഇനി ഇതിന് നമ്മൾ എക്സ്പോണൻഷ്യലിൻ്റെ റൂൾ ഉപയോഗിക്കുന്നു. 7 raised to k plus 1 നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, 7 raised to k into 7 minus 3 raised to k into 3. കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ ഇതിൽ കാണുന്ന ഈ ഫസ്റ്റ് കാണുന്ന 7 raised to k, നിങ്ങളുടെ 7 raised to k കണ്ടില്ലേ? 7 raised to k നമ്മൾ ഇത് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യണം. ഇക്വേഷൻ നമ്പർ 1 വേണമെങ്കിൽ പേര് കൊടുക്കുക കേട്ടോ. ഇക്വേഷൻ നമ്പർ 1 വേണമെങ്കിൽ പേര് കൊടുക്കാം. ഇത്ര ആലോചിച്ചാൽ മതി. 7 raised to kക്ക് പകരം നമ്മൾ 4m plus 3 raised to k എന്ന് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ റീപ്ലേസ് ചെയ്താൽ എന്ത് കിട്ടും? ഇതാ 4m plus 3 raised to k എന്ന് എഴുതി. ഈ 7 ഇവിടെ അതേപോലെ എഴുതി. -3 raised to k ഇവിടെ എഴുതി. അതൊന്നും ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന 7 raised to kക്ക് പകരം ഈ ഇക്വേഷൻ മാറ്റി എഴുതി. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. 4m into 7 നമ്മൾ അതുപോലെ എഴുതുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 എന്നാണ് കേട്ടോ. മൾട്ടിപ്പിൾ ഓഫ് 4 into 7 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 4 7. ഇവിടെ 3 raised to k into 7, 3 raised to k 7, minus 3 raised to k 3, 3 raised to k 3 ഒന്നും ചെയ്തില്ല. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇത് മൾട്ടിപ്പിൾ ഓഫ്
4 എന്നായതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. വേണമെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് മാത്രം എഴുതാം, ഇൻറ്റു 7 എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതായാലും അങ്ങനെ തന്നെ എഴുതാണ്ട് മൾട്ടിപ്പിൾ ഓഫ് 4 പ്ലസ് ഈ രണ്ടാമത് നോക്കൂ നിങ്ങൾ, ഇവിടെ 7 × 3 അല്ലേ, 3 × 3 7 × 3 നിങ്ങൾ ഒരിക്കലും 21 എന്ന് വായിക്കാൻ പാടില്ല, അത് തെറ്റാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 7 3 നിന്ന് 3 മൈനസ് ചെയ്താൽ എന്തായിരിക്കും ആൻസർ? ഈ 3 പകരം നമ്മൾ വേറെ എന്തെങ്കിലും വായിച്ചു നോക്കൂ. ഒരു ചക്ക എന്ന് വായിച്ചു നോക്കൂ. 7 ചക്ക, 7 ചക്കയിൽ നിന്ന് 3 ചക്ക പോയാൽ എത്രയായിരിക്കും? ഞാൻ 3 പകരം ചക്ക എന്നാണ് വായിച്ചത് കേട്ടോ. 7 ചക്കയിൽ നിന്ന് 3 ചക്ക പോയാൽ 4 ചക്കയിലുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇതാ 4 ചക്ക കണ്ടില്ലേ, 4 ചക്ക എന്ന് വായിച്ചാൽ മതി, വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇപ്പം എന്തായി നോക്കൂ, ഈ ഫസ്റ്റ് സംഭവം മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്, രണ്ടാമത്തതും ഇവിടെ 4ൻ്റെ പ്രസൻസ് കൊണ്ട് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പോൾ മൊത്തത്തിൽ എന്തായി? മൾട്ടിപ്പിൾ ഓഫ് 4 എന്നായി. കേട്ടോ, മൾട്ടിപ്പിൾ ഓഫ് 4 എന്നുള്ളതിനാണ് ഞാൻ 4 എന്ന് എഴുതിയത്. അപ്പോൾ P of k + 1 ഈസ് ട്രൂ whenever P of k is true, therefore P of n is true for all natural numbers. ഇതാണ് ഇൻഡക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള പ്രൊസീജിയർ. P of n എന്ന് പേര് കൊടുക്കുന്നു. P of 1 എല്ലാവർക്കും തെളിയിക്കാൻ പറ്റും, ഒരു റിസ്ക്കുമില്ല. P of k അസ്യൂം ചെയ്യുന്നു, അതിന് നമ്മൾ n-ന് k എന്ന് കൊടുത്താൽ മതി, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് റീറൈറ്റ് ചെയ്തതാണ്. ഡിവിസിബിൾ ബൈ 4ന് പകരം ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് എഴുതി. ഇതിൽ ഫസ്റ്റ് ആളെ നമ്മളിവിടെ റീപ്ലേസ് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് ആളെന്ന് മനസ്സിലായത് ഇവിടെ നിന്നാണ്. കണ്ടോ, ഇവിടെ വരുന്ന ആളാണ് ഫസ്റ്റ് മെമ്പർ, അയാൾക്ക് പകരം നമ്മൾ ഇവിടെ മാറ്റി എഴുതി. പിന്നെ അത് മൾട്ടിപ്പിൾ ഓഫ് 4, ബാക്കിയുള്ളത് എന്തായാലും ഒരു 4നുള്ള ടേം ആയിരിക്കും. അതുകൊണ്ട് ഫൈനൽ ആൻസർ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് കിട്ടും. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം കേട്ടോ, ശ്രദ്ധിച്ചോളൂ. കൺസിഡർ 10⁻² - 1 + 1 ഈസ് ഡിവിസിബിൾ ബൈ 11. നമ്മൾ ആദ്യം പേര് കൊടുക്കുക അല്ലേ. ആദ്യമായിട്ട് ഞാൻ പേര് കൊടുക്കുന്നു. P of n 10⁻² - 1 + 1 ഈസ് ഡിവിസിബിൾ ബൈ 11. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 10ൻ്റെ പവറിലാണ് 2n - 1, ഈ +1 സെപ്പറേറ്റ് ആണ്. ഓക്കെ, P of 1 എഴുതുന്നു. ഇവിടെ n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2 - 1 അല്ലേ. 10 + 1 ഈസ് ഡിവിസിബിൾ ബൈ 11. 11 ഈസ് ഡിവിസിബിൾ ബൈ 11. കറക്റ്റ് അല്ലേ? ഇത് ശരിയാണല്ലോ. ശരിയായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? P of 1 ഈസ് ട്രൂ എന്ന് എഴുതാം. ഇനി അസ്യൂംഷൻ ആണ്. അസ്യൂം ദാറ്റ് P of k ഈസ് ട്രൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതാ n-ൻ്റെ സ്ഥാനത്ത് k എന്ന് കൊടുക്കുന്നു. 10⁻² - 1 + 1 ഈസ് ഡിവിസിബിൾ ബൈ 11. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാം. P of 1 ഈസ് ട്രൂ, P of k ഈസ് അസംഷൻ ആണിത്. അപ്പോൾ അസംഷൻ അതേപോലെ എഴുതി വെച്ചു. 10⁻² - 1 + 1 ഈസ് ഡിവിസിബിൾ ബൈ 11. കറക്റ്റ് അല്ലേ? 10⁻² - 1 + 1 ഈസ് ഈക്വൽ ടു 11m എന്ന് എഴുതണം. മൾട്ടിപ്പിൾ ഓഫ് 11 എന്നാണ്. ഡിവിസിബിൾ ബൈ 11 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് m. അപ്പോൾ നമ്മൾ ഇതിനെ ഫസ്റ്റ് ടേം മാത്രം മാറ്റി എഴുതുന്നു. 10⁻² - 1 ഈസ് ഈക്വൽ 11m - 1 എന്ന് എഴുതി ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. നേരത്തെ ചെയ്ത അതേ മോഡൽ. ഇനി P of k + 1 എഴുതാണ്. P of k + 1 എങ്ങനെ എഴുതും? P of k + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ n-ൻ്റെ സ്ഥാനത്ത് k + 1 എന്ന് കൊടുത്തതാണ്. നന്നായി ശ്രദ്ധിക്കണം. n-ൻ്റെ പൊസിഷനിൽ k + 1 എന്ന് കൊടുത്തു. 2n - 1 എന്നല്ലേ. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് നിർബന്ധമാണ് കേട്ടോ. 2 × k + 1 - 1. ഇതാ ഈ -1 ആണ്. പിന്നെ ഈ +1 സെപ്പറേറ്റ് ആണ്. ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ ടോപ്പിലാണ്. ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി ചെയ്താണ്. 10⁻² + 2 - 1 + 1 ശരിയല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. ഇത് നമുക്ക് നോക്കൂ, ഇവിടെ നോക്കൂ, ഈ ഇക്വേഷനിലേക്ക് നോക്കൂ. വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ 1 എന്ന് പേര് കൊടുക്കട്ടെ. ഇക്വേഷൻ 1ലേക്ക് നോക്കൂ. ഇവിടെ 10⁻² - 1 അല്ലേ ഉള്ളത്. ഇവിടെ 10⁻² - 1 ഒരു എക്സ്ട്രാ 10² ഉണ്ട്. ആ 10² നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. +1. യഥാർത്ഥത്തിൽ 10⁻² - 1 × 10² ആണ് 10⁻² - 1 + 2 എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ആഡ് ചെയ്യാൻ പാടില്ല, ഇത് സബ്ട്രാക്ഷൻ ഒന്നും നടത്തരുത്. ഇവിടെയുള്ള ടേം, ഈ ടേം അതേപോലെ ഇവിടെ വരണം. കണ്ടോ, 10⁻² - 1 അതേപോലെ എഴുതി. ബാക്കിയുള്ള 10² ആണ് ഇവിടെ കാണുന്നത്. കഴിഞ്ഞു. ഇനി നമ്മൾ ഈ 10⁻² - 1 പകരം ഇക്വേഷൻ നമ്പർ 1 അപ്ലൈ ആണ്. 11m - 1 എന്ന് എഴുതും. ഇയാൾക്ക് പകരം 11m - 1 എന്ന് എഴുതും. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 11m - 1 × 100. ഈ 10² ആണ് 100 കേട്ടോ. +1 ആണ് കേട്ടോ. +1 എന്ന് എഴുതും. റെഡി. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 11m × 100 -100 + 1. റെഡി അല്ലേ? 11m - 1 11m × 100 എഴുതി, -100 എഴുതി, +1 എഴുതി. ഇപ്പോൾ ഇത് മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. ഇതെന്താ നമ്പർ നോക്കൂ? -100 + 1 എന്ന് പറഞ്ഞാൽ -99 അല്ലേ. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് മൾട്ടിപ്പിൾ ഓഫ് 11. 99 എന്താണ് സംഭവം? 99 മൾട്ടിപ്പിൾ ഓഫ് 11 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? മൾട്ടിപ്പിൾ ഓഫ് 11 എന്ന് മൊത്തത്തിൽ എഴുതാം. ദിസ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 11. ഈ 99 ഈസ് ഓൾസോ മൾട്ടിപ്പിൾ ഓഫ് 11. ദെയർഫോർ ദിസ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 11 എന്ന് കിട്ടി. കണ്ടോ, ഡിവിസിബിൾ ബൈ 11 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 11 എന്ന് തെളിയിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു, ഡിവിസിബിലിറ്റി തെളിയിക്കാൻ മൾട്ടിപ്പിൾ ആയിട്ട് വന്നാൽ മതി നമ്പർ. ശരിയല്ലേ? ഓക്കെ, ദെയർഫോർ P of n ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പർ. ഇതാണ് ഇൻഡക്ഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ ചോദ്യം, ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഓക്കെ, അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാം ഒരേ മോഡൽ. ഇനി നമുക്ക് മറ്റൊരു മോഡൽ നോക്കാം.
ഇത് ഒരു സീരീസാണ്. സീരീസിൻ്റെ സമ്മുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറെ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നമുക്ക് രണ്ടെണ്ണം അതും ചെയ്ത് നോക്കാം. കൺസിഡർ ദി സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ 1 + 3 + എക്സെട്ര 3 raised to n - 1 = 3 raised to n - 1 / 2. ഇതിൽ ആദ്യം ഇത് രണ്ട് ചോദ്യങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചോദിച്ചതാണ്. ഓക്കെ, ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല, ഡയറക്റ്റ് ആയിട്ട് പ്രൂവ് ദാറ്റ് എന്നും ചോദിക്കും. എന്തായാലും ഈ രണ്ട് സ്റ്റെപ്പുകളും അതിലുണ്ടായിരിക്കും. ഓക്കെ, പ്രൂവ് ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ട് തെളിയിക്കാനുള്ള ചോദ്യങ്ങൾ. ആദ്യം നമ്മൾ പി ഓഫ് എൻ എന്ന് പേര് കൊടുക്കുന്നു. പി ഓഫ് എൻ എന്ന് പേര് കൊടുത്തു. സോറി, പി ഓഫ് 1 അല്ലേ. പി ഓഫ് എൻ ഇവിടെ പേര് ഉള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം കൊടുക്കുന്നില്ല. നിങ്ങൾ പരീക്ഷയ്ക്ക് പി ഓഫ് എൻ കൊടുത്തിട്ടേ തുടങ്ങാൻ പാടുള്ളൂ കേട്ടോ. പി ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സീരീസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ലെഫ്റ്റ് നിന്ന് നമ്മൾ ഇങ്ങനെ സീരീസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എഴുതണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വി ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ടേം എഴുതണം, ഇവിടെ n-ന് 1 കൊടുക്കുകയും വേണം. രണ്ടും ഒരേ സമയം എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതും? 1 = 3 raised to 1 - 1 / 2. ശരിയല്ലേ? ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ ഉണ്ട്. 3 raised to -1 whole divided by 2 എന്നാണ് വേണ്ടത് കേട്ടോ. 3 - 1/2. 3 - 1/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? യെസ്, 3 - 1 എന്ന് പറഞ്ഞാൽ 2/2. 1 ആൻസർ കിട്ടും അല്ലേ? 1 = 1 ആൻസർ കിട്ടും. 1 = 1. ഇത് 3 - 1/2 എന്നാക്കണം കേട്ടോ. 3 - 1/2 അല്ലേ? ഇവിടെ മാറിപ്പോയതാണ് ബ്രാക്കറ്റ്. ഓക്കെ, 3 - 1/2 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 1 = 1 കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി പി ഓഫ് 1 ഞാൻ ചെയ്യുന്നില്ല, പി ഓഫ് കെ മുതൽ ചെയ്യാണ് കേട്ടോ. അസ്യൂം ദാറ്റ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പി ഓഫ് 1 എഴുതുമ്പോൾ ഇവിടെ നിന്ന് ഒരു ടേം എഴുതണം, ഇവിടെ 1 കൊടുക്കണം. ഇപ്പോൾ പി ഓഫ് 2 ചോദിച്ചാൽ ഒരിക്കലും നിങ്ങൾ റൈറ്റ് സൈഡ് മാത്രം എഴുതി വെക്കരുത്. പി ഓഫ് 2 ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ നിന്ന് 2 ടേം എഴുതണം, ഇവിടെ 2 കൊടുക്കും വേണം. അതെങ്ങനെ എഴുതാൻ നോക്കൂ. ഇതാണ് പി ഓഫ് 2 കേട്ടോ. 2 ടേം എഴുതി, 1 + 3, ഇവിടെ 2 എന്ന് കൊടുത്തു. 3² - 1/2. അപ്പോൾ ഇതെന്ത് കിട്ടി? 4. 4 = 4 എന്ന് കിട്ടും. ശരിയല്ലേ? 4 = 4. ഇങ്ങനെയാണ് പി ഓഫ് 2 എഴുതേണ്ടത്. ഒരിക്കലും റൈറ്റ് സൈഡ് മാത്രം എഴുതി വെക്കരുത്. റൈറ്റ് സൈഡ് മാത്രം എഴുതി വെച്ചാൽ റിസൾട്ട് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് രണ്ടും ഇങ്ങനെ ശരിയായിട്ട് വരണം. 4 = 4 എന്ന് വന്നാലേ ഈ റിസൾട്ട് ശരിയാണെന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ 1 = 1 തന്നെ വരണം. ഓക്കെ, അപ്പോൾ സീരീസ് മോഡലുള്ള ചോദ്യം ചോദിച്ചാൽ പി ഓഫ് 1 ചോദിച്ചാലും പി ഓഫ് 2 ചോദിച്ചാലും പി ഓഫ് 3 ചോദിച്ചാലൊക്കെ നന്നായി ശ്രദ്ധിക്കണം. പി ഓഫ് 3 ആണെങ്കിൽ നിങ്ങൾ 3 ടേംസ് എഴുതണം, ഇവിടെ 3 എന്ന് കൊടുക്കും വേണം. എന്നിട്ട് ആൻസർ റെഡി ആവണം. അത് ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഇൻഡക്ഷൻ അസംഷനിലേക്ക് പോകണം കേട്ടോ. ഇൻഡക്ഷൻ അസംഷൻ എന്താണ്? അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അതിൻ്റെ അർത്ഥം 1 + 3 + 3² എക്സെട്ര n-ൻ്റെ പൊസിഷനിൽ കെ എന്ന് കൊടുത്താൽ മതി. ഒന്നും ചെയ്തിട്ടില്ല, ഇതെല്ലാവർക്കും എഴുതാം കണ്ടോ. n-ൻ്റെ സ്ഥാനത്ത് കെ എന്ന് കൊടുത്തു. കണ്ടില്ലേ? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 3-ൻ്റെ പവറിലാണ് k - 1. ഇവിടെ -1 സെപ്പറേറ്റ് ആണ്, ഇവിടെ ഫുള്ളായിട്ട് 3-ൻ്റെ പവറിലാണ്. അതൊക്കെ ശ്രദ്ധിക്കണം എഴുതുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷൻ്റെ അസംഷൻ കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത് പി ഓഫ് കെ + 1. നിങ്ങൾ താഴേക്കാണ് എഴുതേണ്ടത്, ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതാണ്. പി ഓഫ് കെ + 1 എങ്ങനെ എഴുതും? k + 1 ടേംസ് എഴുതണം. ഇതാണ് പി ഓഫ് കെ + 1. കണ്ടോ? 1 + 3 + എക്സെട്ര 3 raised to k - 1 വരെ എഴുതി. ഇത് പി ഓഫ് കെൻ്റെ ലെഫ്റ്റ് ആയിട്ടുള്ളൂ. ഒരാളും കൂടി വരുമ്പോഴാണ് പി ഓഫ് കെ + 1 ആവുക. കണ്ടോ? ഇത് പി ഓഫ് കെ അല്ലേ? പി ഓഫ് കെയിൽ ഇവിടെ കെ ടേംസ് ഉണ്ടാവും, ഇവിടെ ഒരു ടേം എക്സ്ട്രാ ഉണ്ടാവും. 3-ൻ്റെ പവേഴ്സ് നോക്കൂ. ഇവിടെ 1 ആണ്, 2 ആണ്, 3 ആണ്, k - 1 ആണ്. പവർ കൂടി പോവല്ലേ? അപ്പോൾ ലാസ്റ്റ് ടേം എന്താ വരിക? ഇതിനോട് കൂടി ഒരു പവർ കൂട്ടിക്കഴിഞ്ഞാൽ 3 raised to k എന്ന് വരും. ശരി, ഇതാണ് പി ഓഫ് കെ + 1. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഇനി എന്ത് കിട്ടണം നോക്കൂ. നിങ്ങൾ ഈ റെഡ് കളറിൽ കാണുന്നത് പി ഓഫ് കെ എന്ന് പറയുന്ന ടേമാണ്. അതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്, 3 raised to k - 1/2 എന്ന്. ലാസ്റ്റ് ടേം മാത്രം ഇവിടെ ബാക്കിയാവും. എല്ലാ ക്വസ്റ്റനും ഇങ്ങനെ തന്നെ കേട്ടോ. ലാസ്റ്റ് ടേം അവിടെ ബാക്കിയാവും, k + 1 ടേം അവിടെ ബാലൻസ് ഉണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടാവണം. ഇത് ചെയ്താൽ ഫൈനൽ ആൻസർ എന്തായിരിക്കും? ഫൈനൽ ആൻസർ കിട്ടാൻ ഒരു പ്രയാസവുമില്ല. നോക്കൂ, ഈ റിസൾട്ട് കണ്ടില്ലേ നിങ്ങൾ? 3 raised to n - 1/2. ഈ റിസൾട്ടിൽ n-ൻ്റെ പൊസിഷനിൽ k + 1 എന്ന് കൊടുത്താൽ എന്താണോ ആൻസർ കിട്ടുന്നത് അതായിരിക്കണം ആൻസർ. എന്ത് സംഭവിച്ചാലും ഫൈനൽ ആൻസർ അതായിരിക്കണം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും ആൻസർ? ഈ n-ൻ്റെ സ്ഥാനത്ത് k + 1 എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുക? യെസ്, 3 raised to k + 1 - 1/2. ഇതായിരിക്കണം നമ്മുടെ ആൻസർ. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഇതാ ഈ യെല്ലോ ബോക്സിൽ കാണുന്നതായിരിക്കണം. നമ്മുടെ അവസാനത്തെ ആൻസർ ഇതായിരിക്കണം. അത് നിർബന്ധമാണ്. നമ്മൾ എത്ര നന്നായി ജീവിച്ചാലും അവസാനം നന്നാവണമെന്ന് കാരണന്മാർ പറയുന്നത് പോലെ പണ്ടുള്ളവർ പറയാറുണ്ട്. അതുപോലെ നമ്മൾ എങ്ങനെ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാലും, ഇൻഡക്ഷൻ്റെ പ്രൊസീജിയർ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും അവസാനത്തെ ആൻസർ എന്തായിരിക്കണം? ഇതായിരിക്കണം. നോക്കാം, നമുക്ക് അതിലേക്ക് എത്തും നോക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 raised to k - 1 + 2 3 raised to k /2. ശരിയല്ലേ? നോക്കൂ, 2-നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ഈ -1 ചെയ്യാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, /2 ഇവിടെ വന്നിട്ടുണ്ട്, /2 ഇവിടെ വന്നിട്ടുണ്ട്. ഈ /2 നമ്മൾ തൊടാൻ പാടില്ല.
ഓക്കെ, -1 നമുക്ക് ആവശ്യമുണ്ട്, -1 ഇവിടെ ഉണ്ട്. ഇനി ഫസ്റ്റും ലാസ്റ്റും നോക്കിയേ, ഇത് 2 3k ആണ്, ഇത് ഒരു 3k ആണ്. നേരത്തെ നമ്മൾ ചക്ക എന്ന് വായിച്ചതുപോലെ 2 ചക്ക 1 ചക്ക. ഞാൻ 3k ചക്ക എന്ന് വായിച്ചത് കേട്ടോ. ഞാൻ എന്തിനാ അങ്ങനെ വായിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഇതിനെ 6k എന്ന് എഴുതരുത്, അത് തെറ്റാണ്, വലിയ തെറ്റാണത്. അപ്പോൾ ഞാൻ 2 ചക്ക എന്ന് വായിക്കാം. 2 ചക്കയും 1 ചക്കയും കൂടിയാൽ എത്രയായി? 3 ചക്കയായി. കേട്ടോ, 3 ചക്ക -1/2 കറക്റ്റ് അല്ലേ? ശരി. 3 × 3k എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യലിൻ്റെ റൂൾ പ്രകാരം എന്താ? 3k × 3 അല്ലേ? a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m+ എന്നല്ലേ പഠിച്ചത്? 3 × 3k എന്ന് പറഞ്ഞാൽ 3k+1 -1/2. ഇനി ഒന്നും നോക്കാനില്ല, നമ്മൾ ആൻസർ നോക്കും. നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ആൻസർ. അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഇതെല്ലാവർക്കും ഇതിൻ്റെ ആൻസർ കിട്ടും. P(1) വെരി വെരി ഈസി. n-ന് 1 കൊടുത്താൽ മതി. അസ്യൂം ദാറ്റ് P(k) is true. ജസ്റ്റ് ഈ സീരീസിൽ n-ന് k എന്ന് കൊടുത്താൽ മതി. ഒന്നും ചെയ്യേണ്ട, ഒരു മാറ്റവും വരുത്തേണ്ട. P(k+1) എഴുതും, ഒരു ടേം എക്സ്ട്രാ എഴുതണം. ഇതിനോട് കൂടി അടുത്ത ടേം എഴുതണം. ഈ 3യുടെ പവർ ഒന്ന് കൂട്ടി എഴുതിയാൽ മതി. പിന്നീട് ഈ റെഡ് കളറിൽ കാണുന്നത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരിക്കും, കണ്ടോ നിങ്ങൾ? അത് എഴുതി ലാസ്റ്റ് ടേം ബാക്കിയാവും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആൻസർ ഇതാ. ഫൈനൽ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം കേട്ടോ. Therefore P(n) is true for all natural numbers. ഇതേ മോഡൽ ഒരു ചോദ്യം കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ. ഇത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നാണ് വായിക്കുക കേട്ടോ. പ്രൂവ് ദാറ്റ് 1 + 2 + 3 etc. + n = n × n+1/2. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് അല്ലേ? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് = n × n+1/2. ഈ റിസൾട്ട് നമ്മൾ ഇൻഡക്ഷൻ ഉപയോഗിച്ച് തെളിയിക്കുകയാണ്. അപ്പോൾ P(n) എന്ന് പേര് കൊടുത്തു. P(1) എഴുതുന്നു. P(1) എന്ന് പറഞ്ഞാൽ 1 = ഇവിടെ 1 എഴുതി, ഇവിടെ 1 കൊടുത്തു. 1 × 1+1/2. കണ്ടോ, ലെഫ്റ്റും എഴുതണം റൈറ്റും എഴുതണം, മറക്കരുത്. ലെഫ്റ്റും എഴുതണം റൈറ്റും എഴുതണം. റൈറ്റ് മാത്രം എഴുതി വെച്ചാൽ ഒരു മാർക്ക് നിങ്ങൾക്ക് അരമാർക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ 1 = 1 കറക്റ്റ് അല്ലേ? 1 = 1. ഇത് 2 ആണ്, ഇത് 2 ക്യാൻസൽ ചെയ്തു. Therefore P(1) is true. Assume that P(k) is true. That means 1 + 2 + etc. k = k × k+1/2. ജസ്റ്റ് n-ന്റെ പൊസിഷനിൽ k എന്ന് കൊടുത്തു. ഇതാണ് നമ്മുടെ അസംഷൻ്റെ സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. P(k+1) എങ്ങനെ P(k+1) എഴുതുക? ഇതാ 1 + 2 + etc. k വരെ എഴുതി. ഇതിപ്പോൾ P(k) ആയിട്ടുള്ളൂ. അടുത്ത ടേമും കൂടെ എഴുതണം. എന്താണ് അടുത്ത ടേം? k+1 ആയിരിക്കും. അടുത്ത ടേം എഴുതി, ഇതാണ് ലാസ്റ്റ് ടേം. ഇനി ഈ റെഡ് k വരെയുള്ളതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ടല്ലോ. എന്താ k വരെയുള്ളതിൻ്റെ ആൻസർ? k × k+1/2 + k+1. റെഡി അല്ലേ? ഇനി നമ്മളിത് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്താൽ എന്തായിരിക്കണം നമ്മുടെ ആൻസർ? ഓക്കെ, റൈറ്റ് സൈഡിൽ ആൻസർ എന്തായിരിക്കണം നോക്കൂ നിങ്ങൾ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? ഈ ക്വസ്റ്റ്യനിൽ n-ന്റെ സ്ഥാനത്ത് k+1 എന്ന് കൊടുത്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് k+1 വരും. ഇതെന്തായിട്ട് മാറും? k+1 + 1 k+2/2. അപ്പോൾ ആൻസർ എന്താ വരേണ്ടത്? k+1 × k+2/2. ഇതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. ഇത് എത്തിയിരിക്കണം. എന്തായാലും ഇതായിരിക്കണം നമ്മുടെ ഫൈനൽ ആൻസർ. സോ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. k × k+1 2 × k+1 അല്ലേ? ഇതാ 2 × k+1 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ്. 2 × k+1/2. അപ്പോൾ /2 അവിടെ വന്നു, /2 വന്നു. /2ൻ്റെ കാര്യം റെഡിയായി അല്ലേ? ഇനി /2 നമ്മൾ തൊടാൻ പാടില്ല. ഇതിലേക്ക് നോക്കൂ, ഇതിലേതാ കോമൺ ഫാക്ടർ? യെസ്, k+1 ഇവിടെയുണ്ട്, k+1 ഇവിടെയുണ്ട്. സോ k+1 എഴുതി. ബാലൻസ് ബ്രാക്കറ്റ് കൊടുത്തു. ഇവിടെ എന്താ ബാലൻസ് ഉള്ളത്? k ഉണ്ട്, ഇവിടെ +2 ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ k+2 റെഡി ആയില്ലേ? നോക്കൂ, ഇത് ജസ്റ്റ് ആൻസർ എഴുതി വെച്ചാൽ മതി. സോ P(k+1) is true whenever P(k) is true. P(n) is true for all natural numbers. ക്ലിയർ അല്ലേ? എല്ലാവർക്കും എഴുതാൻ പറ്റും കേട്ടോ. ഇത് 2 പ്രാവശ്യം എഴുതി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. ഇനി ആൻസർ കിട്ടാത്തവർക്കും ഇതിൻ്റെ ആൻസർ കിട്ടും എന്നുള്ളതാണ് ഇൻഡക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫൈനൽ ആൻസർ കിട്ടാൻ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ മതി. n-ന് പകരം ജസ്റ്റ് k+1 എന്ന് എഴുതി കൊടുത്താൽ എന്താണോ കിട്ടുന്നത് അതായിരിക്കണം നമ്മുടെ ആൻസർ. ഓക്കെ, എല്ലാം റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി മറ്റൊരു മോഡൽ നോക്കാം നമുക്ക് കേട്ടോ. മറ്റൊരു മോഡൽ ചോദ്യമാണിത്. യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് n × n+1 × n+5 is a multiple of 3. ഇത് മറ്റൊരു മോഡൽ ചോദ്യമാണ്. നമ്മൾ P(n) എന്ന് പേര് കൊടുക്കുന്നു. യെസ്, P(1) ചെയ്യുന്നു. P(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 1 + 1 × 1 + 5 is a multiple of 3. ഇത് ശരിയാണോ നോക്കൂ. ഇത് എത്രയാണ്? 1 × 2 × 6 12 അല്ലേ? 12 is a multiple of 3. ശരിയല്ലേ? 12 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? Therefore P(1) is true. P(1) is true. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അസ്യൂം ദാറ്റ് P(k) is true. ദാറ്റ് മീൻസ് n-ന് k കൊടുക്കുന്നു. k × k+1 × k+5 is a multiple of 3. ശരിയല്ലേ? യെസ്. നമുക്ക് ഇതൊന്നും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. ജസ്റ്റ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. k³ × k³ + 6k² + 5k is a multiple of 3. മൾട്ടിപ്പിൾ ഓഫ് 3ക്കാണ് ഞാൻ 3m എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് P(k+1) പോവാൻ. P(k+1) is equal to k+1 ×
കെ പ്ലസ് ടു ഇൻറ്റു ഇതാ എന്നിന് കെ പ്ലസ് വൺ എന്ന് കൊടുത്തതാണ്. കെ പ്ലസ് വൺ ഇൻറ്റു അപ്പോൾ ഇത് കെ പ്ലസ് ടു ആയി, ഇത് കെ പ്ലസ് സിക്സ് ആയി. ശരിയല്ലേ? എന്നിന് സ്ഥാനത്ത് നമ്മൾ കെ പ്ലസ് വൺ എന്ന് കൊടുത്തതാണ്. എൻ കെ പ്ലസ് വൺ, കെ പ്ലസ് ടു, കെ പ്ലസ് സിക്സ് എന്നായിട്ട് മാറി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് രണ്ടെണ്ണം ഓപ്പൺ ചെയ്താൽ കെ സ്ക്വയർ പ്ലസ് 3k പ്ലസ് ടു ഇൻറ്റു കെ പ്ലസ് സിക്സ് എന്നായിട്ട് മാറി. ഇനി നമ്മൾ വീണ്ടും ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കൂ നിങ്ങൾ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? കെ ക്യൂബ് അല്ലേ? ആദ്യം കെ ക്യൂബ് വരും, 6k സ്ക്വയർ വരും, 3k സ്ക്വയർ പ്ലസ് 18k പ്ലസ് 2k പ്ലസ് 12 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് കംപ്ലീറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. നമ്മൾ ചെയ്യാനുള്ളത് ഈ റിസൾട്ട്, ഈ ബ്ലൂ കളറിൽ കാണുന്ന റിസൾട്ട് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യണം. ബ്ലൂ കളറിൽ കാണുന്ന ആളെ ഇതിന് അടർത്തിയെടുക്കാൻ പോവുകയാണ്. കെ ക്യൂബ് എഴുതി, 6k സ്ക്വയർ എഴുതി, 5k എന്ന് എഴുതി. കണ്ടോ നിങ്ങൾ? കെ ക്യൂബ് എഴുതി, 6k സ്ക്വയർ എഴുതി, 3k സ്ക്വയർ. ഞാൻ ഈ 18 2 എന്നുള്ളതിന് പകരം നോക്കൂ നിങ്ങൾ, 18 2 പകരം 5 15 എന്ന് എഴുതി. എന്തിനാ 5 എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പി ഓഫ് കെയിൽ 5 കണ്ടില്ലേ നിങ്ങൾ? 5k നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ 5k എന്ന് എഴുതിയത്. ഇത് മൊത്തം 20k ആണ്. അപ്പോൾ 5ഉം 15ഉം ഇത് റെഡി ആയിരിക്കും. ഈ രണ്ട് സ്റ്റെപ്പും സെയിം ആണ്. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 20kക്ക് പകരം 5 + 15 എന്ന് എഴുതി. വേറെ ചേഞ്ചസ് ഒന്നും ഇല്ല കേട്ടോ. എന്തിനാ എഴുതിയതെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം കെ ക്യൂബ് പ്ലസ് 6k സ്ക്വയർ പ്ലസ് 5k ഈ 3 പേരെ മാത്രം ആദ്യം എഴുതാണ്. ഇത് മാത്രം എഴുതാണ്. അതിവിടെ ആവശ്യമുണ്ട്, കണ്ടോ നിങ്ങൾ? അപ്പോൾ അത് മാത്രമേ എഴുതി. കെ ക്യൂബ് പ്ലസ് 6k സ്ക്വയർ പ്ലസ് 5k ആദ്യം എഴുതി. ബാക്കി എന്തൊക്കെയുണ്ട്? ബാക്കി ഇതാ 3k സ്ക്വയർ ഉണ്ട്, 15k ഉണ്ട്, 12 ഉണ്ട്. റെഡി അല്ലേ? ഈ ബ്ലൂ കളറിൽ കാണുന്നതിന്റെ പ്രത്യേകത അത് നമ്മുടെ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. കണ്ടോ നിങ്ങൾ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പി ഓഫ് കെനെ അടർത്തിയെടുത്തു, പി ഓഫ് കെ പ്ലസ് 1ൽ നിന്ന്. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ഓഫ് നോക്കിയത് അതേപോലെ എഴുതി, മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അത് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതും. ഇതിൽ നമ്മൾ 3 കോമൺ ഫാക്ട് എടുക്കുകയാണ്. 3 കോമൺ ഫാക്ട് എടുത്താൽ എന്ത് സംഭവിക്കും? കെ സ്ക്വയർ പ്ലസ് 5k പ്ലസ് 4 അല്ലേ? ഇതാ 3k സ്ക്വയർ പ്ലസ് 15k പ്ലസ് 12. 3 കോമൺ ഫാക്ട് എടുത്തു. ദിസ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4. ദിസ് ഈസ് ഓൾസോ മൾട്ടിപ്പിൾ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 3. ദിസ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. ഇതായത് അവിടെ കണ്ടില്ലേ നിങ്ങൾ? മൾട്ടിപ്പിൾ ഓഫ് 3. ഇവിടെ 3യുടെ പ്രസൻസ് കൊണ്ട് ദിസ് ഈസ് ഓൾസോ മൾട്ടിപ്പിൾ ഓഫ് 3. ദെർഫോർ മൊത്തത്തിൽ ആൻസർ എന്തായി? മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ എന്തൊക്കെ ചെയ്തു? പി ഓഫ് 1 എഴുതി, പി ഓഫ് കെ ശരിയാണെന്ന് അസ്യൂം ചെയ്തു, അത് എക്സ്പാൻഡ് ചെയ്തു. ഈ എക്സ്പാൻഡ് ചെയ്ത ആളെ പി ഓഫ് കെ പ്ലസ് 1ൽ നമ്മൾ അടർത്തി മാറ്റിയെടുത്തു. ബാക്കിയുള്ള ടൈം ഓട്ടോമാറ്റിക്കലി മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. ഈ മൾട്ടിപ്പിൾ ഓഫ് 5 ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ക്വസ്റ്റ്യനിൽ ഇതേ മോഡലായിരിക്കും ഉണ്ടാവുക. അതിൽ നമ്മൾ ഇവിടെ 5 എന്ന് നമുക്ക് പുറത്ത് ആൻസർ കിട്ടും. Therefore P of n is true for all natural numbers. ഈ ചോദ്യം എഴുതി പഠിക്കുക കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് മറ്റൊരു മോഡൽ ചോദ്യമാണ്. Using induction, prove that 2n plus 7 less than n plus 3. ഇപ്പോൾ ഇനീക്വാളിറ്റി തെളിയിക്കാനുള്ള ചോദ്യമാണ്. ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. P of n എഴുതി, 2n plus 1 less than n plus 3 the whole square. n-ന് 1 കൊടുത്താണ് P of 1 ചെയ്യുന്നു. 2 plus 7 less than 1 plus 3 the whole square. ഇത് ശരിയാണോ നോക്കാം നമുക്ക്. 9 is less than 16. ശരിയല്ലേ? Therefore P of 1 is true. അപ്പോൾ 1 മാർക്കായി, 1 സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, assume that P of k is true. അപ്പോൾ n-ന് നമ്മൾ k കൊടുത്താൽ എന്ത് കിട്ടും? 2k plus 7 less than k plus 3 the whole square. അതും കഴിഞ്ഞു. P of k plus 1 എഴുതാണ്. P of k plus 1 എഴുതും. P of k plus 1 ഈക്വൽ ടു ഞാൻ എഴുതുന്നുണ്ട്. ഈക്വൽ ടു P of k plus 1 ഈക്വൽ ടു ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എഴുതുന്നു. n-ന് k plus 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 into k plus 1 plus 7. ശരിയല്ലേ? നോക്കൂ, 2 into k plus 1 plus 7. n-ൻ്റെ പൊസിഷനിൽ k plus 1 എന്ന് കൊടുത്തു. ഇപ്പോൾ ഈക്വൽ ടു എന്ന് എഴുതിയത് കേട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഒന്നും ചെയ്തിട്ടില്ല, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. പക്ഷെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2k plus 7 എന്താണ്? ലെസ് ദാൻ k plus 3 the whole square ആണ്. ഇവിടെ 2k plus 7 എന്ന് വന്നില്ലേ? അയാൾക്ക് പകരം നമ്മൾ എന്ത് എഴുതാണ്? ലെസ് ദാൻ k plus 3 the whole square എന്ന് എഴുതുന്നു. ഒരു 2 എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? യെസ്, k plus 3 the whole square plus 2 എന്ന് എഴുതി. ഈ 2 അണ്ടർലൈൻ ചെയ്ത ആള് ലെസ് ദാൻ k plus 3 the whole square ആയതുകൊണ്ട് ലെസ് ദാൻ എന്നുള്ള ചിഹ്നം ഇവിടെ കടന്നു വന്നു. കണ്ടോ? ഇവിടെ ഈക്വൽ ടു ആണ്, ഇവിടെ ഈക്വൽ ടു ആണ്, ഇവിടെ ലെസ് ദാൻ വന്നു. കാരണം ഈ അണ്ടർലൈൻ ചെയ്ത ആൾ നോക്കൂ, ലെസ് ദാൻ k plus 3 the whole square ആണ്. പ്ലസ് ടു ഇവിടെ ഉണ്ട്, പ്ലസ് ടു ഇവിടെ ഉണ്ട്. ഈ നമ്മുടെ ആൻസർ എന്തായിരിക്കണം? നിങ്ങൾ പറ ആൻസർ. ആൻസറിൻ്റെ ഈ റൈറ്റ് സൈഡ് നമുക്ക് ഈ ഇവിടെ n-ൻ്റെ പൊസിഷനിൽ k plus 1 എന്ന് കൊടുത്താൽ k plus 1 plus 3 k plus 4 the whole square എന്നാണ് ആൻസർ. ഇങ്ങനെയാണ് ആൻസർ വരേണ്ടത് അല്ലേ? k plus 4 the whole square എന്ന് പറഞ്ഞു. k plus 4 the whole square എന്ന് വരാൻ എന്ത് വന്നാൽ മതി? k square plus ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താണോ? k square plus a plus b whole square അല്ലേ? അപ്പം k square plus
8k പ്ലസ് 16 എന്നാണ് വരേണ്ടത്. എന്താ വരേണ്ടത്? k² പ്ലസ് 8k 2ab പ്ലസ് b² 16 എന്ന ആൻസർ വരണം. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ അതിലേക്ക് എത്തിക്കണം. നോക്കൂ, ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു ഞാൻ. k² പ്ലസ് 6k പ്ലസ് 9 പ്ലസ് 2 കറക്റ്റ് അല്ലേ? a² പ്ലസ് 2ab പ്ലസ് b² പ്ലസ് 2 കറക്റ്റ്. ഇനി k പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് വരണമെങ്കിൽ 8k എന്ന് വരണം. സെൻട്രൽ ടൈം 8k ആണ്, പക്ഷെ ഇവിടെ 6k ഉള്ളൂ. അതേപോലെ ലാസ്റ്റ് ടൈം 16 എന്ന് വരണം. 16 എന്ന് വരണമെങ്കിൽ ഇവിടെ 11 ആയിട്ടുള്ളൂ, ഒരു 5. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പോരായുണ്ട് അല്ലേ, പോരായ്മകളുണ്ട്. ഒരു 2k കുറവുണ്ട്, ഒരു 5ൻ്റെയും കുറവുണ്ട്. അത് രണ്ടും ഞാൻ ഇവിടെ കൂട്ടിച്ചേർത്തു. അങ്ങനെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഈ ഇനീക്വാളിറ്റിക്ക് ഒന്നും സംഭവിക്കില്ല. കാരണം ഈ സൈഡ് റൈറ്റ് സൈഡ് വലുതാണ്, ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇനീക്വാളിറ്റി ഒന്നുകൂടി സ്ട്രോങ് ആവും. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതിവിടെ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും. ഏതുപോലെ ഇവിടെ നോക്കൂ, 1 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? 1 ലെസ് ദാൻ 4. ഇനി ഞാൻ റൈറ്റ് സൈഡിൽ ഒരു പോസിറ്റീവ് നമ്പർ കൂട്ടിച്ചേർത്താൽ എന്ത് സംഭവിക്കും? ധൈര്യമായിട്ട് നമുക്ക് ഇവിടെ നമ്പർ കൂട്ടിച്ചേർക്കാൻ പറ്റും. കാരണം 1 ലെസ് ദാൻ 4 എന്നാണ്. ഞാൻ ഇവിടെ കൂട്ടിച്ചേർത്താൽ ഒരു +2 ചെയ്താൽ ഈ ഇനീക്വാളിറ്റി ഒന്നുകൂടെ സ്ട്രോങ് ആയില്ലേ? നോക്കൂ നിങ്ങൾ, ഇവിടെ 1 ലെസ് ദാൻ 4 എന്നല്ലേ, ഇവിടെ 1 ലെസ് ദാൻ 6 കിട്ടിയില്ലേ? അപ്പോൾ ഇനീക്വാളിറ്റി ഒന്നുകൂടെ സ്ട്രോങ് ആവും. കണ്ടോ നിങ്ങൾ? അതാണ് ഇനീക്വാളിറ്റി എന്നുള്ള സൗകര്യം. നമുക്ക് ആവശ്യമുള്ളത് ഈ റൈറ്റ് സൈഡിൽ കൂട്ടിച്ചേർക്കാൻ പറ്റും. പോസിറ്റീവ് നമ്പർ ആവണം എന്ന് മാത്രം. k പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇത് പോസിറ്റീവ് ആണ്. എന്തിനാണ് 2k ചേർത്തത്? നോക്കൂ നിങ്ങൾ, എന്തിനാ 2k ചേർത്തത്? ഇപ്പോൾ k² പ്ലസ് 8k പ്ലസ് 16 എന്ന് വന്നില്ലേ? ഇത് ആരുടെ എക്സ്പാൻഷനാണ്? യെസ്, ദിസ് ഈസ് ദി എക്സ്പാൻഷൻ ഓഫ് k പ്ലസ് 4 ദി ഹോൾ സ്ക്വയർ. നമുക്ക് ആവശ്യമുള്ളത് അയാളാണ്. കണ്ടില്ലേ? n-ന്റെ പൊസിഷനിൽ k പ്ലസ് 1 എന്ന് കൊടുത്താൽ ഇത് k പ്ലസ് 1 പ്ലസ് 3 എന്നായിട്ട് മാറും. k പ്ലസ് 4 എന്ന് വരും. അതിന് കറക്റ്റായിട്ടാണ് നമ്മളിവിടെ നമുക്ക് ആവശ്യമുള്ള ടേംസ് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഇനീക്വാളിറ്റി വന്നാൽ നല്ല സൗകര്യത്തിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ചിഹ്നം ഇവിടെ എവിടെയാണോ ഗ്രേറ്റർ അവിടെയാണ് കൂട്ടിച്ചേർക്കേണ്ടത് കേട്ടോ. എവിടെയാണോ ഗ്രേറ്റർ, ഈ സൈഡാണ് ഇവിടെ ഗ്രേറ്റർ, ഇവിടെ ലെസ്സർ ആണ്. അപ്പോൾ ഇവിടെ ചേർക്കാൻ നമുക്ക്, ഇവിടെ ചേർക്കാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് ഇൻഡക്ഷൻ്റെ പ്രൊസീജിയർ. P(1) ശരിയാണെന്ന് കാണിക്കുന്നു, P(k) ശരിയാണെന്നുള്ള അസംഷനിൽ ആ സ്റ്റെപ്പ് ഉപയോഗിച്ച് നമുക്ക് P(k+1) ശരിയാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡക്ഷനിൽ ഈ 4 ടൈപ്പ് ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ. ഇതിലെ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. സീരീസ് മോഡൽ ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ഇനീക്വാളിറ്റിയുടെ മോഡലാണ്. പിന്നെ മൾട്ടിപ്പിൾ, പിന്നെ ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഈ 4ൽ ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. 5 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് 4-5 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കും. ചെറിയ ഒരു ധാരണ ഉണ്ടെങ്കിൽ ഒരൊറ്റ ഫോർമുലയും ഇതിൽ കാണാതെ പഠിക്കാനില്ല. ഈ ഒരു സ്റ്റെപ്പ് മാത്രം, P(1), P(k), P(k+1) അത് 3ഉം കറക്റ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഫുൾ സ്കോറും ലഭിക്കും. എല്ലാവരും ഓരോ ക്വസ്റ്റ്യനിലെയും 2-3 മോഡൽ ചോദ്യങ്ങൾ എഴുതി പഠിക്കുക. എഴുതി പഠിക്കൽ നിർബന്ധമാണ്. എഴുതി പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലെ മുഴുവൻ ചോദ്യത്തിൻ്റെയും ആൻസർ ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.